ഗോൾഡ് കാട്ടിലെ ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു അത്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ കാട്ടിലുള്ളവരെല്ലാം ഉറങ്ങി എഴുന്നേറ്റത് നല്ല ഉത്സാഹമുള്ള മനസ്സോടെയായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ എത്ര മനോഹരമാണ്. സൂര്യൻ മുഴുവനായും മേഘത്തിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ എത്ര നല്ല സുന്ദരമായ കാറ്റാ വീശുന്നത്. അപ്പോൾ ഗോൾഡി പരുന്ത് അവിടേക്ക് വന്നു. അരെ വാ, ഇന്ന് ഞാൻ മീനുവിന്റെ കുഞ്ഞിനെ എന്തായാലും തിന്നും. വേണ്ട പരുന്തേ, അങ്ങനെയൊന്നും ചെയ്യരുത്. മീനു തന്റെ കുഞ്ഞിനെയും ചിറകിനടിയിൽ ഇരുത്തി അതിനെയും കൊണ്ട് പറന്നുപോയി. പക്ഷേ പരുന്തും അവളെ പിന്തുടർന്നു. എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? മീനു വളരെ നേരം അവനിൽ നിന്ന് രക്ഷ നേടാൻ പറന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവൾ ക്ഷീണിതയായിരുന്നു. പിന്നെ ഒരു തണ്ണിമത്തന്റെ മരത്തിൽ ചെന്നിരുന്നു. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ. മീനു, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാനുള്ളപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഓ, നിങ്ങളൊരു തണ്ണിമത്തൻ മരമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഗോൾഡി പരുന്ത് അവിടെ എത്തിച്ചേർന്നു. മീനു, ഇന്ന് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ ഞാൻ തിന്നും. ഗോൾഡി പരുന്ത് അതിനെ തിന്നാനായി പോവുകയായിരുന്നു. അപ്പോൾ തണ്ണിമത്തന്റെ വൃക്ഷം 2 തണ്ണിമത്തൻ താഴെയിട്ടു. ഗോൾഡി പരുന്ത് രണ്ടിന്റെയും അടിയിൽ അമർന്നു. അയ്യോ, ഇത് എവിടെ നിന്നാ വന്നത്? നീ അവിടെ നിൽക്ക്. ക്ലൈമാക്സ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തണ്ണിമത്തനിൽ നിന്ന് വൈദ്യുതി പുറത്തേക്ക് വന്ന് പരുന്തിനെ ഷോക്ക് അടിക്കാൻ തുടങ്ങി. എന്റെ അമ്മേ, ഇത്ര ശക്തിയുള്ള അടിയോ? പരുന്ത് വായുവിലേക്ക് പറന്ന് പിന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. തണ്ണിമത്തൻ മരമേ, നിങ്ങൾക്ക് ഈ ശക്തിയെല്ലാം എവിടുന്ന് കിട്ടി? അതെനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയില്ല മീനു. എനിക്ക് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് കാട്ടിലുള്ളവരുടെ എല്ലാ ദുഃഖങ്ങളിലും എനിക്ക് അവരെ സഹായിക്കുവാൻ പറ്റും. ആ സമയം മറ്റു പക്ഷികളെല്ലാം അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ മീനു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ആ, ഇനി നമ്മുടെ അടുത്ത് മാന്ത്രികനായ തണ്ണിമത്തനുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ടപ്പാടിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കുറച്ചധികം സമയം മരത്തോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ കാട്ടിൽ വിചിത്രമായ ശബ്ദകോലാഹലങ്ങളുണ്ടായി. പിന്നെ മിന്നലോടെ ശക്തമായ മഴ പെയ്തു തുടങ്ങി. വാവ്, എന്തൊരു നല്ല കാലാവസ്ഥയാണ്! പക്ഷികളെല്ലാം അവരവരുടെ വീട്ടിലിരുന്ന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മഴ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവസാനിച്ചില്ല. എല്ലാവരും പരിഭ്രാന്തരായി. അയ്യോ, വെള്ളം ഉയരാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. ഈ നശിച്ച മഴ എന്താണോ എന്തോ നിലയ്ക്കാത്തത്. അപ്പോൾ ടീനുവിന്റെയും മീനുവിന്റെയും വീട് കാറ്റിൽ താഴേക്ക് വീണു. പിന്നെ വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി. ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ! ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ! അവർ ഒഴുകി തണ്ണിമത്തന്റെ മരത്തിന്റെ അടുത്തെത്തി. അവരുടെ വീട് മുഴുവനും മുങ്ങാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. തണ്ണിമത്തന്റെ മരം മാന്ത്രിക വിദ്യ കൊണ്ട് അതിന്റെ മുകളിൽ തണ്ണിമത്തനെ കൊണ്ടുള്ള 2 വീടുകൾ ഉണ്ടാക്കി. പിന്നെ അത് വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി. വേഗം ഈ വീടുകളിലേക്ക് കയറൂ. അവരിരുവരും സന്തോഷത്തോടെ തണ്ണിമത്തൻ വീട്ടിൽ പ്രവേശിച്ചു. വാവ്, ഈ വീട് എത്ര സുന്ദരമാണ്! പിന്നെ വളരെ സുഖപ്രദവും. അവരെ കണ്ട് മരത്തിന് വളരെ സന്തോഷമായി. ചിങ്കി പക്ഷിയും അവളുടെ ഭർത്താവും അവരുടെ വീട്ടിലിരിക്കുകയായിരുന്നു. അന്നേരം അയ്യോ, ചിങ്കി, എന്തു പറ്റി? എനിക്ക് നന്നായി വയറ് വേദനിക്കുന്നുണ്ട്. ഞാൻ മുട്ടകൾക്ക് ജന്മം നൽകാൻ പോവുകയാണെന്ന് തോന്നുന്നു. ചിങ്കി, നീ സമാധാനമായിരിക്കെ. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കെ. എല്ലാം നല്ലതായി തന്നെ നടക്കും. ആ സമയം ശക്തമായ ഒരു കാറ്റടിച്ച് അവരിരുവരും കൂടടക്കം താഴെ വെള്ളത്തിലേക്ക് വീണു. നമ്മൾ വെള്ളത്തിലെത്തിയോ? ചിങ്കി, നീ പറക്കാൻ ശ്രമിക്ക്. ഒരുപക്ഷെ കൂട്ടിൽ വെള്ളം കയറിയാൽ നമ്മൾ മുങ്ങിപ്പോകും. ഇല്ല, എനിക്ക് പറക്കാൻ കഴിയില്ല. ആ സമയം
രാമു ആനയും മഴയിൽ നിന്ന് രക്ഷ തേടാൻ ഓടുകയായിരുന്നു. വെള്ളം അവന്റെ അരയോളം നിറഞ്ഞിരുന്നു. അപ്പോൾ അവന്റെ കാല് ഒരു കുഴിയിൽ അകപ്പെട്ടു. അയ്യോ, എന്റെ കാലേ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ! അവന്റെ നിലവിളി കേട്ട് ധാരാളം പക്ഷികളും മൃഗങ്ങളും അവിടെ എത്തിച്ചേർന്നു. എന്തുപറ്റി രാമു ആനെ? എന്റെ കാല് വെള്ളത്തിനടിയിൽ എവിടെയോ പെട്ടിരിക്കുക. എങ്ങനെയാ പുറത്തേക്ക് വരേണ്ടതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. രാമു ആനെ, വെള്ളത്തിനടിയിൽ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. നീ ശക്തിയെടുത്ത് നല്ലവണ്ണം പരിശ്രമിക്ക. അപ്പോൾ അവിടെ ശക്തമായ ഒഴുക്കുണ്ടായി. അതിൽ പുള്ളിപ്പുലിയും മാനും സീബ്രയും ഒഴുകിപ്പോയി. അങ്ങനെ പക്ഷികളും മൃഗങ്ങളും വലിയ ദുരിതത്തിലായി. മിട്ടുവിന് മാത്രമായിരുന്നു അവിടെ ശരിക്ക് പറക്കാൻ സാധിച്ചിരുന്നത്. അവൻ വേഗത്തിൽ തണ്ണിമത്തൻ മരത്തിന്റെ അടുത്തെത്തി. തണ്ണിമത്ത, മഴ കാരണം കാട് നശിക്കാൻ പോവുകയാണ്. ഒരു ഗർഭിണിയായ പക്ഷിയും ഒരു ആനയും പിന്നെ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ദുരിതത്തിലാണ്. മരം തന്റെ കണ്ണടച്ച് പിന്നെ തന്റെ മാന്ത്രിക വിധി കൊണ്ട് അപകടത്തിലായ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കാണാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇത് വളരെ വലിയ കുഴപ്പമാണല്ലോ. തണ്ണിമത്ത, നിങ്ങൾക്ക് മായാജാലം അറിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പരിഭ്രാന്തനാകുന്നത്? മരം എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങി. തണ്ണിമത്ത, എന്താ ആലോചിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനായി എനിക്ക് ഈ ശക്തി കിട്ടിയത്. ഇന്ന് എനിക്ക് എന്റെ കാടിനെ രക്ഷിക്കുവാൻ കഴിയില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ എന്റെ ശക്തികൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെയാകും. ഇത് പറഞ്ഞ് മരം തന്റെ കണ്ണുകൾ അടച്ചു. പിന്നെ തന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്കാൻ തുടങ്ങി. അവന്റെ കൊമ്പുകളിൽ ധാരാളം തണ്ണിമത്തൻ ഉണ്ടാവാൻ തുടങ്ങി. തണ്ണിമത്തനെല്ലാം വളരെ വേഗത്തിൽ സ്വയം നിലത്ത് വീഴാൻ തുടങ്ങി. അതിനുശേഷം അവയോരോന്നും വീടിന്റെ രൂപത്തിലേക്ക് വന്നു. ഇതെല്ലാം ഇപ്പോൾ തന്നെ ആപത്തിലകപ്പെട്ടിരിക്കുന്ന കാട്ടിലുള്ളവരുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഇത് കേട്ട് മിട്ടുവിന് സന്തോഷമായി. ചിങ്കി, അത് നോക്ക്, തണ്ണിമത്തൻ വീട്. അങ്ങനെ തണ്ണിമത്തൻ വീട് അവരുടെ കൂടിന്റെ അടുത്തെത്തിയപ്പോൾ അവർ അതിൽ കയറി. നന്ദിയുണ്ട് തണ്ണിമത്ത, നിങ്ങളാ നമുക്ക് ഈ വീട് തന്നത്. അങ്ങനെ മറ്റു 3 മൃഗങ്ങളുടെയും അടുത്ത് വലിയൊരു തണ്ണിമത്തൻ വീടെത്തി. എല്ലാവരും അതിൽ കയറി. അപ്പോഴും മരം വേറെയും തണ്ണിമത്തനുകൾ ഉണ്ടാക്കുകയായിരുന്നു. അവൻ ക്ഷീണിതനായിക്കൊണ്ടുമിരുന്നു. തണ്ണിമത്ത, നിങ്ങളുടെ ഇലയെല്ലാം പൊഴിയുകയാണ്. പിന്നെ ചില്ലകളും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പേടിക്കണ്ട, ഞാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തും. അവൻ തണ്ണിമത്തൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. തണ്ണിമത്തന്റെ വീടുകൾ കൊണ്ട് കാട് നിറഞ്ഞു. ഇപ്പോൾ മൃഗങ്ങളും പക്ഷികളും എല്ലാം തണ്ണിമത്തൻ വീടിന്റെ അകത്താണുള്ളത്. മരത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി തീർന്നു. തണ്ണിമത്ത, ഇനി മതിയാക്ക്. ഒരുപാടായി. ഇല്ല, എനിക്കിനി ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. പിന്നെ അവസാന തണ്ണിമത്തനുമുണ്ടായി. അതിന്റെ രൂപം സ്വയം വലുതായിക്കൊണ്ടിരുന്നു. എങ്ങനെയാണോ തണ്ണിമത്തൻ വലുതായിക്കൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ മരം ക്ഷയിച്ചുകൊണ്ടുമിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ തണ്ണിമത്തൻ വളരെ വലുതായി. ആ സമയം മരം പൂർണ്ണമായും ക്ഷയിച്ച് കടപുഴകി വെള്ളത്തിലൊഴുകി. തണ്ണിമത്ത! അന്നേരം ആ തണ്ണിമത്തൻ 2ആയി പിളർന്നു. എന്നിട്ട് കാട്ടിലെ വെള്ളം മുഴുവനും സ്വയം അതിനുള്ളിലേക്ക് വലിച്ചു. ഇതെന്താണ്? മഴവെള്ളം തീരാറായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു സമയത്തിനകം കാട്ടിലെ വെള്ളം മുഴുവനും ആ തണ്ണിമത്തന്റെ ഉള്ളിൽ എത്തിച്ചേർന്നു. ആ സമയം നിലം കാണാൻ തുടങ്ങി. തന്റെ കാല് 2 കല്ലുകളുടെ ഇടയിലാണെന്ന് രാമു ആന കണ്ടു. പിന്നെ അവൻ കല്ലുകൾ മാറ്റി എളുപ്പത്തിൽ തന്റെ കാല് പുറത്തേക്കെടുത്തു. 4 പാടും നിശബ്ദത തളം കെട്ടിയിരുന്നു. ഇപ്പോൾ മഴയും നിന്നു. ആ മുഴുവൻ വീടുകളും സ്വയം തണ്ണിമത്തൻ മരം നിന്ന സ്ഥലത്തെത്തിച്ചേർന്നു. ഇപ്പോൾ അവിടെ ഒരു കുഴിയാണുണ്ടായിരുന്നത്. കാട്ടിലുള്ളവരെല്ലാം അത് നോക്കി നിന്നു. നമ്മളെ രക്ഷിച്ച് ആ തണ്ണിമത്തൻ മരം സ്വയം ജീവൻ ത്യജിച്ചു.
സത്യം, എനിക്ക് ഞാൻ രക്ഷപ്പെട്ടതിൽ എത്ര സന്തോഷമുണ്ടോ അതിനേക്കാളും ദുഃഖം തണ്ണിമത്തൻ മരിച്ചതിലുണ്ട്. കാട്ടിലുള്ളവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. അവരെല്ലാം ആ ദയാലുവായ മരത്തിനെ ഓർമ്മിച്ചു. കാടിനെ മുഴുവൻ രക്ഷിക്കാനായി തന്റെ ജീവൻ ത്യാഗം ചെയ്ത ആ മരത്തിനെ.